രാഹുൽ വരുമോ ഇല്ലയോ, വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമോ? കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ചു ദിവസമായി നിരന്തരം ചർച്ച ചെയ്ത ചോദ്യമാണ് ഇത്. ഉത്തരം ഇപ്പോഴുമില്ല. ചിരിച്ചു തള്ളി മാറുകയാണ് രാഹുൽ. സമയമായിട്ടില്ലെന്ന് ഹൈക്കമാൻഡ്. ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത്? വൈകിയെത്തിയെങ്കിലും ഒട്ടും വൈകാതെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ടി സിദ്ദിഖ് മുന്നോട്ട് പോകുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത നീക്കങ്ങൾ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടിയാണ്. ഒരു പടി കൂടി കടന്ന് സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി അംഗീകരിച്ചെന്നും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു കളഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പിന്നാലെ ഇടുക്കിയിൽ പാർട്ടി യോഗത്തിൽ ഉമ്മൻചാണ്ടി അതിന് അടിവരയിട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ രാഹുലിന്റെ വരവിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനമാകുന്നില്ല. കേരളം രാഹുലിന്റെ വരവ് ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ സജ്ജമായി. അണികളാകെ ആവേശത്തിലുമായി. ഒന്നിനു പിന്നാലെ ഒന്നായി പ്രതികരണങ്ങളും വന്നു. വയനാട്ടിലെ പ്രചാരണ ചൂടിലേക്ക് എടുത്തു ചാടിയ ടി സിദ്ദിഖ് പെട്ടെന്ന് കരയ്ക്ക് കയറി കോൺഗ്രസ് അധ്യക്ഷനെ വരവേൽക്കുകയും ചെയ്തു. വയനാട്ടിലെ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുക്കത്തേക്ക് പുറപ്പെട്ട പാണക്കാട് തങ്ങൾ എന്നാലിനി രാഹുൽ ഗാന്ധി വന്നിട്ട് മതിയെന്ന നിലപാടിൽ അത് പകുതി വഴിക്ക് നിർത്തി തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ടും രാഹുൽ മാത്രം വന്നില്ല. വയനാട് രാഹുലെങ്കിൽ കേരളത്തിൽ 20-ൽ 20 സീറ്റെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഒപ്പം കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം ഒരുപാട് സീറ്റുകളിലും കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തവണ രാഹുൽ തരംഗം ആഞ്ഞടിക്കുമെന്ന് വിശ്വസിച്ച അണികളുടെ ആവേശത്തിന് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹിയിൽ നിന്നും മറുപടി ഉണ്ടാകുന്നില്ല. അനിശ്ചിതത്വം തുടരുകയാണ്. ആവേശം അനിശ്ചിതത്വത്തിലേക്ക് വഴിമാറിയതും ആത്മവിശ്വാസം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമായി ചുരുങ്ങിയതുമൊക്കെ വളരെ പെട്ടെന്നാണ്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ആരെന്നറിയാത്ത വയനാട്ടിൽ UDF പ്രചാരണം നിർത്തിവച്ചിരിക്കുന്നു. വയനാട്ടിൽ മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടക്കാത്ത വടകരയിലേക്കും അവിടവും പിന്നിട്ട് കേരളത്തിലെ UDF ക്യാമ്പുകളിൽ ഒന്നാകെ ആ നിശബ്ദത ഇപ്പോൾ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ UDF ക്യാമ്പിന്റെ ആവേശത്തിന് എവിടെയോ ഒരു ചോർച്ച ഉണ്ടായിരിക്കുന്നു. രാഹുലിന്റെ വരവിൽ ക്രെഡിറ്റ് നേടാനുള്ള കേരള നേതാക്കളുടെ അനാവശ്യ തിടുക്കമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കാനിടയിരുന്ന ഒരു ക്ലൈമാക്സിനെ ആന്റി ക്ലൈമാക്സ് ആക്കിയെന്ന വിമർശനം രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിച്ചേക്കുമെന്നും കേരളം അത് ആവശ്യപ്പെടുമെന്നും മാത്രമാണ് ഡൽഹിയിൽ നിന്നുമുള്ള സന്ദേശം. അതായത് രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നേതാക്കൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. കൃത്യമായ ഉത്തരമില്ല. പക്ഷെ അണികൾ ആ ആവേശം കൈവിട്ടിട്ടില്ല. രാഹുൽ ഇവിടെ വരുമെന്ന് തന്നെയാണ് അണികൾ കരുതുന്നത്. ഏതായാലും രാഹുൽ വന്നാലും ഇല്ലെങ്കിലും അതിന്റെ സംവിധാന മികവ് അവകാശപ്പെടാനിടയില്ലാത്ത വിധം UDFനെ എതിരാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അതായത് ആകെ കലഞ്ഞു മറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം.